ഇതൊരു ടെക്നിക്സിൻ്റെ RSCH 610 എന്ന് പറയുന്ന സ്റ്റീരിയോ കാസറ്റ് മോഡലാണ്. ഇത് ശരിക്കും ഒരു യൂഷ്വൽ സ്റ്റാക്കർ സിസ്റ്റത്തിൻ്റെ ഒപ്പം വരുന്നതാണ്. ഡബിൾ ഡെക്ക് കാസറ്റ് ഡെക്കാണ്. ഇതിൻ്റെ പവർ സപ്ലൈയും ഔട്ട്പുട്ടും എല്ലാം ഈ റിബൺ സോക്കറ്റിൽ റിബൺ വയർ കണക്ട് ചെയ്തിട്ടാണ് പവർ സപ്ലൈയിലേക്കും അതുപോലെ പവർ ആമ്പിലേക്കൊക്കെയുള്ള ഔട്ട്പുട്ടും വോൾട്ടേജ് ഇൻപുട്ടും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് ജപ്പാൻ മെയ്ഡാണ്. കുറച്ച് പഴക്കമുള്ളൊരു സെറ്റാണ്. അപ്പോൾ അത് വലിയ വിലയില്ലാതെ എനിക്ക് ഈബേയിൽ കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചു. നാട്ടിലെ ഒരു 600 പൗണ്ടായിരുന്നു. ഇത് കാസറ്റ് ഡെക്ക് മെക്കാനിസം പാർട്ട് വർക്കിംഗ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഇതിലൊരു പ്രോബ്ലം ഉള്ളത്, ഇതിൻ്റെ കാസറ്റ് ഡോറ് പ്രോപ്പറായിട്ട് ക്ലോസ് ആവുന്നില്ല, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അടഞ്ഞിരിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞത്. ഇതിൽ ശരിക്കും ഡോൾബി നോയ്സ് റിഡക്ഷൻ ബിയും സിയും ഉണ്ട്, ഓട്ടോ റിവേഴ്സ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ കൺട്രോൾ, റെക്കോർഡിങ് കുറച്ചുകൂടി എൻഹാൻസറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെയാണുള്ളത്. ഡെക്ക് ബിയിൽ റെക്കോർഡിങ്, ഡെക്ക് 2 റെക്കോർഡിംഗ് ഉണ്ട്, ഡെക്ക് 1 പ്ലേ ബാക്ക് മാത്രം. 2 ഡെക്കിലും 2 സൈഡിലേക്കും പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഡോറിൻ്റെ പ്രോബ്ലം ഫിക്സ് ചെയ്തിട്ട് ഇത് സാധാരണ ഒരു 9 വോൾട്ട് അല്ലെങ്കിൽ 11 വോൾട്ട് AC-യിലായിരിക്കും ഇമാതിരി ബോർഡുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റേണൽ ഒരു ട്രാൻസ്ഫോമർ വെച്ച് ഇതിൻ്റെ വോൾട്ടേജ് എടുത്തുകൊണ്ട് ഓൾറെഡി ഓഡിയോ ഔട്ട് ഉണ്ടാവും. അപ്പോൾ ഓഡിയോ ഔട്ടിന് ഒരു RCA സോക്കറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീ ഡെക്കായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വലിയ കുഴപ്പമില്ലാത്തതും നല്ല രീതിയിൽ വർക്കിംഗ് ഉള്ളതുമായിട്ടുള്ള ഒരു മോഡലാണിത്. ഇതുപോലെ തന്നെ മറ്റൊരു മോഡൽ കൂടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി മേടിച്ചതാണ്. വലിയ വിലയൊന്നും ഇല്ലാതെ കിട്ടി. 600 രൂപയാണ് നാട്ടിലായിട്ടുള്ളൂ. ഓക്കെ.